ഒരേ സമയം നല്ല കിടിലൻ വ്യൂ പോയിൻ്റുള്ള ഒരു സ്ഥലമാണ് ഈ മയിലാടിപ്പാറ. അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധരുടെയും കപ്പിൾസിൻ്റെയൊക്കെ വിഹാര കേന്ദ്രവും കൂടിയാണ് ഈ മയിലാടിപ്പാറ. ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന യൂസ്ഡ് കോണ്ടംസ് ഉണ്ട്. ഇതുണ്ടോ, മദ്യം കഴിച്ച ഗ്ലാസ്, ഇത് മദ്യക്കുപ്പി ഉണ്ടോ, അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്ന കുപ്പികൾ, മദ്യക്കുപ്പികൾ, സിസറിൻ്റെ പാക്കറ്റുകൾ. ഇതിനെല്ലാം പുറമെ കുറച്ചധികം ഐതിഹ്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം. കൂടാതെ കൽപ്പറ്റയെ ആകെ മൊത്തം കാണുന്ന ഒരു കിടിലൻ വ്യൂ പോയിൻ്റ്. ഇതൊക്കെ അടങ്ങിയതാണ് മയിലാടിപ്പാറ. അപ്പം നമ്മൾ കൽപ്പറ്റയിലുള്ള, വയനാട് ജില്ലയിലെ കൽപ്പറ്റയിലുള്ള മയിലാടിപ്പാറ എന്ന സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. നമ്മളിപ്പോൾ ഒരു ഓട്ടോറിക്ഷയിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വരെ ഓട്ടോറിക്ഷ വരുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ നടക്കണം. ഇവിടെ ചെറിയൊരു 2 കടകളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ഒരു പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. ഇവിടുന്ന് തന്നെ നമുക്ക് കാഴ്ചകളുടെ ഒരു വലിയൊരു സംഭവം കിട്ടും. കാരണം നല്ല മനോഹരമായ കാഴ്ചകളാണ്. ഈ പാറേൻ്റെ മുകളിലൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിതാ ഈ സൈഡിൽ കൂടെയുള്ള റോഡിന് മുന്നോട്ട് നടക്കണം. കുറച്ച് ട്രെക്കിങ് ആവശ്യമുള്ള സ്ഥലമാണ്. നമ്മളിപ്പോൾ ഉള്ളതേ കൽപ്പറ്റയിലുള്ള മയിലാടിപ്പാറ എന്ന സ്ഥലത്താണ്. നല്ല കിടിലൻ വ്യൂ ഉള്ളൊരു സ്ഥലമാണ്. ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടേക്ക് എങ്ങനെ വരാമെന്നും ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നും ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞുതരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. വെൽക്കം ബാക്ക് റോയി 3R വീഡിയോസ്. ഫുൾ പാറകളാട്ടോ. ഞാൻ ഒറ്റയ്ക്ക് ഉള്ളു തോന്നുന്നുണ്ട്, ഇവിടെ ആരെയും കാണുന്നില്ല. ഒരു ഞായറാഴ്ചയാണ്, ഞാൻ വേറൊരു ആവശ്യത്തിന് വയനാട്ടിൽ വന്നതാണ്. അപ്പോൾ മയിലാടിപ്പാറയിലും കൂടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഉണ്ടോ, വലിയ വലിയ പാറകളാണ്. ഫുള്ളായിട്ട് കുപ്പി, ഹെൽമെറ്റോ, അതൊരു പക്ഷീനെ കണ്ട. ഇതുണ്ടോ, ഇതിൽ എന്തൊക്കെ ഉണ്ടെന്നൊന്നും അറിയില്ല. കുറേ കുപ്പികളൊക്കെ കിടക്കുന്നുണ്ട്. നമുക്ക് വീണ്ടും മുകളിലോട്ട് നടക്കാം. താഴെ ഒരു പാർക്കിംഗ് സ്ഥലമുണ്ട്. അവിടെ വരെയാണ് വണ്ടികളൊക്കെ വരുള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഞാനിങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നടക്കുമ്പോൾ നമുക്ക് വലിയ പാറക്കൂട്ടങ്ങളൊക്കെ കാണാം. ഇവിടെയൊക്കെ നിറച്ച് കുപ്പികളൊക്കെ ഉണ്ടല്ലേ. കാപ്പിത്തോട്ടം. ഇതിൻ്റെ ഒരു ഭാഗത്തൊക്കെ കാപ്പികളുണ്ട്. കാപ്പിയൊക്കെ പൂത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയും കൂടെ നമുക്ക് കാണാം. മഴ പെയ്ത് കഴിഞ്ഞാൽ വയനാട്ടിലെ കാപ്പികളൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കും. അത് നല്ലൊരു കാഴ്ച കേട്ടോ. മരം കണ്ടോ, പാറേനെ ഉൾപ്പെടെ. പാറക്കെട്ടുകളാണ്ടില്ലേ. താഴോട്ട് നോക്കി കഴിഞ്ഞാൽ കുറേ കുപ്പികൾ കാണാം. ആൾക്കാരെ കണ്ടില്ലേ, വെറുതെ വാരി വലിച്ചിട്ട് നശിപ്പിക്കുകയാണ്. ഇവിടെയൊക്കെ കാണാൻ വരുന്നവരെ വെള്ളമൊക്കെ കുടിച്ച് കുപ്പികളൊക്കെ വെറുതെ വാരി വലിച്ചിട്ടൊക്കെ എന്തോരം അറിയാവും. ഭയങ്കര എന്താ പറയുക, ഒരു നല്ലൊരു സ്ഥലമാണ്. ഇന്ന് നശിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പ്രവേശനം രാവിലെ 10 മുതൽ 6:30. പണ്ട് നമ്മൾ വരുമ്പോൾ ഈ ഗേറ്റൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാനൊരു 2 വർഷം മുന്നേ ഇവിടെ വന്നിരുന്നു. അന്ന് വരുമ്പോൾ ഇവിടെ ഗേറ്റൊന്നും ഉണ്ടായിരുന്നില്ല. എപ്പോഴും വേണം കയറി പോകാമായിരുന്നു. ഇപ്പോൾ ഇവിടെ ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ 10 മണിക്കാണ് തുറക്കുക. വലിയ മരങ്ങളൊക്കെ ഉണ്ട്.
നമുക്ക് കൽപ്പറ്റയിൽ നിന്ന് സിവിലിൻ്റെ വഴി ഇങ്ങോട്ട് നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ. സിവിലിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഷോട്ടുണ്ട്, നടക്കാനുള്ള ദൂരമുള്ളൂ. ഞാൻ പക്ഷേ ഓട്ടോ വിളിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഓട്ടോക്കാരൊക്കെ ഭയങ്കര അറക്കലാണ്. ആപ്പാടൊരു 2 കിലോമീറ്ററൊക്കെ ഉള്ളൂ നമുക്ക് ഈ പറഞ്ഞ പോയിന്റിലോട്ട്. 80 രൂപ വാങ്ങി എന്നോട് ഓട്ടോക്കാരൻ. കൽപ്പറ്റ മീറ്ററൊന്നും ഇടാതെ ഓടുന്ന ഓട്ടോക്കാരാണ്. ഇവിടെ താഴെ കൊണ്ട് പാർക്കിംഗ് ഏരിയൻ്റെ അവിടെ കൊണ്ട് ഇറക്കിയപ്പോൾ 80 രൂപ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആദ്യം തന്നെ ചോദിച്ചിട്ടാണ് കയറിയത്. അതുകൊണ്ട് ഇനി നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പിന്നെ സമയമില്ലാത്തതുകൊണ്ടാണ് ഓട്ടോ വിളിച്ച് വന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അറിയുന്നത് 10 മണിക്കാണ് ഇവിടെ ഓപ്പൺ ചെയ്യാൻ. സമയം വേസ്റ്റ്, പൈസയും വേസ്റ്റ്. കണ്ട കാപ്പി പൂത്തുക്കുന്നതാണ്. ഇതാണ് കാപ്പി പാറേൻ്റെ മുകളിലോട്ട് കണ്ടോ, ആ മരങ്ങളൊക്കെ നിൽക്കുന്നത് ആ പാറേൻ്റെ മുകളിലാണ്. ഇതേ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത കവറാണ്. ഇവിടെ അതും നടക്കുന്നുണ്ടോ? ഞാനിവിടെ വന്നപ്പോൾ കണ്ടതാണേ. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അകത്തോട്ട് കയറിയിരിക്കുകയാണ്. 20 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഇവിടെ വലിയൊരു പാറ ഉണ്ട് കേട്ടോ. ഇവിടേക്ക് വരുമ്പം ഒരു 20 രൂപേൻ്റെ ടിക്കറ്റ് ഉണ്ട്, അത് എടുത്തിട്ട് കയറണം. ഇതാണ് ജൈൻ ടെമ്പിൾ. ജൈനമത വിശ്വാസമായിട്ട് ഒരുപാട് അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ മൈലാടിപ്പാറ. അവിടെയൊക്കെ കുപ്പികളൊക്കെ ഉള്ള സ്ഥലമുണ്ടേ, പക്ഷെ എല്ലാവരും വാരി വലിച്ചിട്ടേക്കുക. ഒരു 1.5 സ്ഥലമാണ് ഈ മൈലാടിപ്പാറ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞുള്ള വ്യൂ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കൽപ്പറ്റ ടൗൺ മൊത്തം കാണാൻ പറ്റുന്നൊരു വ്യൂ ആണ്. ഇതെന്താ മഞ്ഞ് മൂടിക്കിടക്കുന്ന കൽപ്പറ്റ ടൗണും പരിസരവും. കിടിലൻ വ്യൂ പോയിൻ്റാണ് കണ്ടോ. എൻ്റെ ബാക്കിലോട്ട് നോക്കി നിങ്ങൾക്ക് കാണാം. അടിപൊളി സ്ഥലമാണിത്. മൈലാടിപ്പാറ കൽപ്പറ്റ ടൗണിനോട് ചേർന്നുള്ള സ്ഥലമാണ്. ഇവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ വരും കാലങ്ങളിൽ നന്നായിരിക്കും. ഇവിടെ ഇപ്പോൾ ടിക്കറ്റ് 20 റുപ്യാണ്. ചിലപ്പോൾ അതൊക്കെ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് ചാർജൊക്കെ മാറാം. അപ്പോൾ കൽപ്പറ്റയിൽ വരുന്നവർക്ക് സന്ദർശിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് മൈലാടിപ്പാറ. ഇവിടെയൊക്കെ പെയ്ത് കഴിഞ്ഞാലേ ഇതിൽ നിറച്ച് വെള്ളം ഉണ്ടാവും. പിന്നെ ഇതാ ഈ മരവും, ഇത് ഇവിടുത്തെ ട്രെൻഡ് സാധനം കേട്ടോ. ഈ 2 മരങ്ങളും അതേപോലെ തന്നെ ഇവിടെ വെള്ളം ഉണ്ടാവും. നല്ല കാഴ്ചയായിരിക്കും. കണ്ടോ, കാട് മൂടി കിടക്കുന്നുണ്ട്. ഒരു പ്രത്യേക പുല്ല. പണ്ട് ഇതുകൊണ്ട് വീടൊക്കെ മേയുമായിരുന്നു. ഈ പാറയുടെ മുകളിലൂടെയൊക്കെ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇതുണ്ടോ, അവിടെയൊക്കെ പാറകളാണ്. ഈ പാറയുടെ മുകളിൽ കൂടെ നടക്കുമ്പോഴേ വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മഴക്കാലത്തേക്കാണ് ഇവിടെ വരുന്നതെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. ഇവിടെ ഉണ്ടല്ലോ 20 അടി ഉയരത്തിൽ ഒരു പ്രതിമ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പണിയെടുക്കുന്നത് തുടങ്ങിയിട്ടില്ല, അതിൻ്റെ പണി അടുത്ത് തന്നെ നടക്കുമെന്നാണ് പറയുന്നത്. അതിൻ്റെ മുകളിൽ കാണാനൊക്കെ ഒരുപാട് ഭംഗിയുണ്ട് ഈ സ്ഥലത്തിന്. പക്ഷേ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരുപാട് യൂസ്ഡ് കോണ്ടംസ് അതേപോലെ തന്നെ മദ്യക്കുപ്പികളൊക്കെ ഞാൻ വരുന്ന വഴിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഞാനിവിടുത്തെ ചേട്ടനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ അടിപൊളി സ്പോട്ടാക്കി മാറ്റുമെന്ന്. എന്താ അടിപൊളി വ്യൂ അല്ലേ. കാലൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ പൊടി ഉണ്ടാവില്ല. നമ്മളിതാ ആ റോട്ടിൽ കൂടെ അങ്ങോട്ട് വന്നത്. നമുക്ക് ഇതിലൂടെ ഒന്ന് നടക്കാം. ജൈനമത വിശ്വാസമായിട്ട് കൂടുതൽ ഇടപഴകി നിൽക്കുന്ന ഒരു ഐതിഹ്യം കൂടി ഇവിടെയുണ്ട്.
കാഴ്ചകളൊക്കെ സുന്ദരമാണ്. നല്ല സമയം പോക്കാൻ പറ്റിയ സ്ഥലം കൂടിയാണ്. പക്ഷെ നമുക്ക് ക്യാമറ എല്ലാത്തിടത്തോട്ടും ചലിപ്പിക്കാൻ കഴിയില്ല. കാരണം കുറച്ച് കപ്പിൾസൊക്കെ വന്നിരിക്കുന്നുണ്ട്. എന്താ പറയുക, പരസ്യമായ ലൈംഗിക ചേഷ്ടകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, എവിടെ നോക്കിയാൽ ഈ കുപ്പികൾ ഇങ്ങനെ വാരി വലിച്ചിട്ടേക്കുവാണ് ആൾക്കാർ, ഒരു ശ്രദ്ധയില്ലാതെ. അടിപ്പാറയിൽ കാണാനായിട്ട് വേറൊരു കിടില സംഭവമുണ്ട്. അപ്പം അതൊന്ന് പോയി കാണാം. അപ്പോൾ നമ്മുടെ വ്യൂ പോയിൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് കുറച്ച് മുകളിലോട്ട് നടന്നാലാണ് അവിടേക്ക് എത്തുക. ഞാൻ അങ്ങോട്ട് നടക്കുകയാണേ, ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഈ വഴിയിലൂടെ അങ്ങോട്ട് നടക്കണം. അങ്ങോട്ടുള്ള നടത്തമാണ്. ഇതാണ് ഇവിടുത്തെ ഒരു പ്രധാന സംഭവം, കാൽപ്പാട്. ശ്രീബുദ്ധൻ്റെ കാൽപ്പാടുകളാണ് എന്നാണ് ഇവിടെ നിന്ന് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതാണ് ഇവിടുത്തെ ഐതിഹ്യവും. ഇത് ബുദ്ധൻ്റെ കാൽപ്പാടുകളാണെന്നാണ്. അതാണ് ഇവിടുത്തെ ഐതിഹ്യം കേട്ടോ. കിടിലൻ കാഴ്ചകളല്ലേ ഞങ്ങൾക്ക് കിട്ടുന്നത്. കണ്ടോ, മരങ്ങളൊക്കെ കണ്ട എന്ത് രസമുള്ള സ്ഥലമാണെന്നറിയോ. എവിടെ നോക്കിയാലും കിടിലൻ വ്യൂ. സംഭവങ്ങളൊക്കെ മനോഹരമാണെങ്കിലും കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. ഇത് മദ്യം കഴിച്ച ഗ്ലാസ്സാണ്, അലക്ഷ്യമായിട്ട് ഇട്ടിരിക്കുന്നതാണ്. ഇതുണ്ടോ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മദ്യക്കുപ്പികളും അതുപോലെ തന്നെ കൊക്കക്കോളയുടെ കുപ്പികളും അതുപോലെ തന്നെ അലക്ഷ്യമായിട്ടിരിക്കുന്ന കോണ്ടംസ്, യൂസ്ഡ് കോണ്ടംസ്, മദ്യക്കുപ്പികൾ, അങ്ങനെ ഒരുപാട് വേസ്റ്റ് സാധനങ്ങളും ഇവിടെ കാണാൻ കഴിയും. ഈ പാറേൻ്റെ മുകളിലോട്ട് നോക്കി നോക്ക്, ഒരുപാട് സിസറും പാക്കറ്റുകൾ കാണാം. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരെങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. യൂസ്ഡ് കോണ്ടംസൊക്കെ ഒരുപാടുണ്ട് ഇവിടെ. നമ്മുടെ ഇവിടുത്തെ ഒരു നാട്ടുകാരൻ പറഞ്ഞത്, ഇട ദിവസങ്ങളിൽ സ്കൂൾ കുട്ടികളും അല്ലാത്ത പെണ്ണുങ്ങളെയൊക്കെ കൂട്ടിയിട്ട് ആളുകൾ ഒരുപാട് ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. സ്കൂൾ കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ട് ചെയ്തു കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരും ഇങ്ങോട്ട് വരില്ല എന്നാണ് ഇവിടുത്തെ നാട്ടുകാരൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത്. അതിന് പറ്റിയ ഒരുപാട് സ്ഥലങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷേ ഞാനിത് പറഞ്ഞു എന്ന് ധരിച്ചിട്ട് ആരും ഇങ്ങോട്ട് പൊങ്കാലിടാൻ വരണ്ട. ഇതൊക്കെ ഇവിടെ നടക്കുന്ന കാഴ്ചകളാണ്. ഇതുണ്ടോ, ഈ ഉള്ളിലോട്ടുള്ള കുറേ വഴികളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ കപ്പിൾസിൻ്റെ ഏരിയകളാണേ. കോഴിക്കോട് സരോവരത്തൊക്കെ നടക്കുന്ന പോലെ പരസ്യമായ ലൈംഗിക ചേഷ്ടകളാണ് ഇവിടെയൊക്കെ നടക്കുന്നത്. ഇവിടെ ഇല്ലാത്ത സാധനങ്ങൾ എല്ലാം, ഞാൻ പറഞ്ഞ എല്ലാ സാധനങ്ങളും, മദ്യക്കുപ്പികളും എല്ലാം ഈ സ്ഥലങ്ങളൊക്കെ നോക്കും. ഇതൊക്കെയാണ് നമ്മുടെ കമിതാക്കളുടെ ഏരിയകൾ. ഞായറാഴ്ചയാണ്, ഞാൻ ഞായറാഴ്ചയാണ് വന്നത്. എന്നിട്ട് പോലും ഒരുപാട് കപ്പിൾസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇട ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇങ്ങോട്ട് വരുന്നത് പോലും. ആൺകുട്ടികളും പെൺകുട്ടികളും സ്കൂൾ കുട്ടികൾ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് പോലും. അവനിത് പറഞ്ഞെന്ന് വെച്ചിട്ട് എല്ലാവരും കൂടെ ഇങ്ങോട്ട് ഞാൻ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പാഞ്ഞു വരുന്നതെന്ന് പറയണ്ട. കാരണം ഒരുപാട് ആൾക്കാർ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരുണ്ട്. ഞാനിവിടെ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞെന്നേ ഉള്ളൂ. ഞാനിവിടെ വന്ന് വീഡിയോ എടുത്തു പോയെങ്കിലും ആരുടെയും സ്വകാര്യതകളിലേക്ക് ക്യാമറ ചലിപ്പിച്ചിട്ടില്ല. ആരെയും ഇതിൽ കാണിച്ചിട്ടുമില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ വരുമ്പം കാണുന്ന കാഴ്ചകളും ഇവിടുത്തെ വിശേഷങ്ങളും അറിയിക്കുന്നു. കൽപ്പറ്റയിലെ മയിലാടിപ്പാറ എന്ന് പറഞ്ഞാലേ നല്ല കിടിലൻ വ്യൂ പോയിൻറ്റും അതുപോലെ തന്നെ നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടും കൂടിയാണ്. കൂടെ തന്നെ കപ്പിൾസിൻ്റെ അഴിഞ്ഞാട്ടം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. സാമൂഹ്യ വിരുദ്ധരുടെയും കപ്പിൾസിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, അഴിഞ്ഞാട്ടം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ മയിലാടിപ്പാറ വ്യൂ പോയിൻറ്റ്. ഞാൻ ഈ കാട്ടിലൂടെയൊക്കെ കുറേ സഞ്ചരിച്ചു കേട്ടോ. നമ്മൾ ഫുള്ളായിട്ട് വീഡിയോസ് എടുക്കാൻ കഴിയില്ല. അവിടെ ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞ പോലെ ആൾക്കാരിയ്ക്കുന്നൊക്കെ ഉണ്ട്. നമ്മൾ വീഡിയോ എടുക്കുമ്പം ആരുടെയും സ്വകാര്യതയിലേക്ക് നമ്മൾ കടന്നു കയറാറില്ല കേട്ടോ. അവിടെയും ഇവിടെയൊക്കെ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. ഞാൻ അവരിതൊന്നും വീഡിയോ എടുക്കുന്നില്ല. നമ്മൾക്ക് കാണേണ്ട കാഴ്ചകൾ മാത്രം, പിന്നെ ഇവിടുത്തെ വിശേഷങ്ങളും, അതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇവിടെ വരുന്നവർക്ക് നല്ല കിടിലൻ കാഴ്ച കാണാം.
അതുപോലെ തന്നെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. കുറച്ച് റെസ്റ്റ് ചെയ്യാനും നല്ലൊരു സ്ഥലം സന്ദർശിക്കാനൊക്കെ ആയിട്ട് ഇവിടെ വരാം. കുറച്ച് കാര്യങ്ങൾ നമ്മൾ കണ്ടില്ല എന്ന് നടിച്ചാൽ മാത്രം മതി. പക്ഷേ വരുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അതായത് മദ്യക്കുപ്പികളായിക്കോട്ടെ, അല്ലെങ്കിൽ സിസർ പാക്കറ്റുകളായിക്കോട്ടെ, വാട്ടർ ബോട്ടിലായിക്കോട്ടെ, അതൊക്കെ നമ്മൾ ഇടേണ്ടടുത്ത് ഇടണം. ഇവിടെ വരെയാണ് ഇവിടെ മുള്ളുവേലിയും കാര്യങ്ങളും. നമ്മളും വെള്ളക്കുപ്പികളും ഒക്കെ ഇവിടെ കൊണ്ടുവരാറുണ്ട്. പക്ഷെ കൊണ്ടുവന്നാൽ അതേപോലെ തന്നെ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ അവിടെയും ഇവിടെയായിട്ട് വലിച്ചെറിയാതെ അതിവിടെ ഇടാനായിട്ടൊരു ബോട്ടിൽ സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അവിടേക്ക് നിക്ഷേപിക്കുക. പരിസരം വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറ്റുകയാണെങ്കിൽ അപ്പോൾ ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നതല്ലായിരിക്കും. മയിലാടിപ്പാറ എന്ന് പറഞ്ഞാലേ നല്ല കിടിലൻ വ്യൂ പോയിൻറ്റും അതുപോലെ തന്നെ ആ കാൽപ്പാടുകളൊക്കെ ഉള്ള നല്ല മനോഹരമായ സ്ഥലമാണ്. എല്ലാവർക്കും ഒരു സമയം വന്നിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു കിടിലൻ സ്പോട്ട്. വെറും 20 രൂപ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് ടിക്കറ്റ് ചാർജായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കപ്പിൾസും അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധരായ ഒരുപാട് പേര്, അതായത് മദ്യം കഴിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അവരുടെയൊക്കെ ആ ഒരു സംഭവം നമ്മൾ ഒന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെക്കുക. അത് കാണാതിരിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സ്ഥലമാണ്. ഇവിടെ വരുമ്പോൾ എല്ലാവരും കാണും. അതൊന്ന് മൈൻഡ് ചെയ്യാതെ വിട്ടാൽ മതി. അവരെ അവരുടെ പാട്ടിന് വിട്ടാൽ ഓക്കെ, കിട്ടില്ല. ഇവിടെ വരെ വണ്ടികൾ വന്നിട്ട് നമ്മൾ നടന്ന് കയറണം കേട്ടോ. ഞാൻ കോഴിക്കോട് നിന്ന് വരിക. ഓക്കെ, ഇവിടെയൊക്കെ വണ്ടി പാർക്ക്. ഒരു ഹൗസ്വാമി ഉണ്ട് ബത്തേരി. അപ്പോൾ ഒരു 12 മണിക്കാ. അതെ, കറങ്ങാമല്ലേ. നമ്മളിവിടുന്ന് ഒരുപാട് പേരെ പരിചയപ്പെട്ടു. ഇവിടുത്തെ നാട്ടുകാരാണ്. അവരെന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞതിൽ അധികവും. അതായത് സ്കൂൾ കുട്ടികളും കപ്പിൾസിൻ്റെ കാര്യങ്ങളൊക്കെ അവരാണ് പറഞ്ഞു തന്നത്. ഇവിടെ ഒരുപാട് ന്യൂസ് ചാനലുകാരൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മളിപ്പോൾ പോയത്. അപ്പം അതിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പം തന്നെ പറഞ്ഞു തരാം. കൽപ്പറ്റ ബൈപ്പാസാണിത്. ഈ പെട്ടിക്കടയുടെ സൈഡിലൂടെയുള്ള റോഡിലൂടെയാണ് നമ്മൾ മയിലാടിപ്പാറയിലോട്ട് പോകാൻ. ഇത് ബൈപ്പാസാണ്. ഇനി നമുക്ക് സിവിലിൻ്റെ അവിടെ നിന്ന് എങ്ങനെ വരാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാ സിവിലിൻ്റെ അവിടെ നിന്ന് വരുന്ന റൂട്ടാണ്. ഇതിലെയാണ് നമുക്ക് മയിലാടിപ്പാറയ്ക്ക് പോകേണ്ടത്. ആ സൈഡിൽ കൂടെ റോഡിനാണ് നമുക്ക് മയിലാടിപ്പാറയ്ക്ക് പോകേണ്ടത്. കടയുടെ സൈഡിൽ മയിലാടിപ്പാറയിലോട്ട് പോകാൻ നമുക്ക് മാനന്തവാടി കൽപ്പറ്റ റോഡ്, അതിന് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ SKMG സ്കൂളുണ്ട്. അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ റോഡിന് അങ്ങോട്ട് പോകാം. ഞാൻ കാണിച്ചു തരാം. ഇതാണ് കൽപ്പറ്റയിലോട്ടുള്ള വഴി. ഇത് നേരെ മാനന്തവാടിയാണ്. ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സിവിൽ സ്റ്റേഷനാണ്. അതിന് തൊട്ട് മുന്നേതാ DCC ഓഫീസ് എന്ന് പറഞ്ഞ സംഭവമാണ്. ഇതിന് ഓപ്പോസിറ്റുള്ള റോഡ്. ഈ റോഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ബൈപ്പാസിലോട്ട് എത്താം. ആ ബൈപ്പാസിൻ്റെ നേരെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ മയിലാടിപ്പാറയാണ്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ഇതേ അതാണ് മയിലാടിപ്പാറ. ഇതിൻ്റെ സൈഡിൽ കൂടെ കണ്ടെന്നാൽ അങ്ങനെ നമ്മൾ മയിലാടിപ്പാറയിൽ നിന്നും താഴോട്ട് ഇറങ്ങുകയാണ്. അപ്പം മയിലാടിപ്പാറയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഇഷ്ടപ്പെട്ട ആ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് അടിച്ചോളൂ. അതുപോലെ തന്നെ ഷെയർ ചെയ്തോളൂ. വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തോളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. പുതിയ മറ്റൊരു കിടിലൻ കാഴ്ചയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.